ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആണ്. ടാറ്റ പേയുടെ പുതിയ സീറ എന്നൊരു മോഡലാണ്. ഈ ഒരു വണ്ടി 1.5 ലിറ്റർ അഡ്വഞ്ചർ പെട്രോൾ ആണ്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി നെടുനീളൻ ടൈപ്പിലൊരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കാണാം. തൊട്ട് താഴെ സീറോയുടെ ലോഗോയും അതുപോലെ ടാറ്റയുടെ എംബ്ലവും കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ഹെഡ് ലൈറ്റും ഫോഗ് ലാമ്പും കാണാം. തൊട്ട് താഴെയായിട്ട് നമുക്ക് സിൽവർ ആൻഡ് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള സ്കിൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അടിപൊളി അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കുമ്പോഴും ആ ബ്ലാക്ക് ട്രിമ്മും കാര്യങ്ങളൊക്കെ സൈഡ് വ്യൂ ആണ് ടാറ്റ സീറയുടെ ഏറ്റവും മനോഹരമായിരിക്കുന്നത്. അതുപോലെ സൈഡിലേക്ക് നോക്കുമ്പോൾ 360 ഡിഗ്രിയുടെ ഓവർ വ്യൂമും ക്യാമറയും ഒക്കെ കാണാം. മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു അടിപൊളി ടിൻറ്റഡ് ഗ്ലാസും ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ്. ഇതാണ് അതിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ടാറ്റ സീറോയുടെ ടോട്ടലി നോക്കുകയാണെങ്കിൽ സൈഡാണ് കാണാനായിട്ട് ഏറ്റവും മനോഹരം. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സ്പോയിലറും തൊട്ട് താഴെ ആ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ലാമ്പും അതുപോലെ തന്നെ എംബ്ലവും സീറ എന്ന ലോഗും കാണും. അതുപോലെ തന്നെ തൊട്ട് താഴെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ആ ഒരു അതായത് വണ്ടിയുടെ ടോട്ടൽ സൈഡ് ആ ഒരു സ്കിൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ടോട്ടലി നല്ല അറിയാലോ, ടാറ്റയുടെ വണ്ടികളെല്ലാം നല്ല 5 സ്റ്റാർ റേറ്റഡ് ആണ്. അതുപോലെ തന്നെ പണ്ടത്തെ ഒരു രാജാവായിരുന്നു, അതായത് SUV ആ ഒരു ഇതന്നെ മാറ്റിയ ഒരു വണ്ടിയാണ് അതായത് നമ്മുടെ ടാറ്റ സീറ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കാത്തിരുന്നൊരു മോഡലാണ് റെനോവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പുതിയ ടാറ്റ സീറ. ഇത്തിരി എല്ലാ മോഡേണൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻറ്റീരിയർ ആണ് വരുന്നത്. ഒരു നമുക്കൊരു ആഷ് കളറുള്ള ഒരു എന്താ പറയുക ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ടാറ്റ സീറ വരുന്നത്. അതുപോലെ തന്നെ എൻജിൻ വരുന്നത് 1.5 ലിറ്റർ റെവോട്രോൺ എൻജിനാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ബാക്ക് സൈഡ് 3 പേർക്ക് വിശാലമായിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സീറ്റാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെയിലും കാര്യങ്ങളൊക്കെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രേ കളറും അതുപോലെ ബ്ലാക്കും തമ്മിലൊരു ഡ്യുവൽ കളറിലാണ്. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഡാഷ്ബോർഡും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒരു ഇൻഫോർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഇറക്കി നിന്ന് കണ്ടോ. നമുക്ക് C ടൈപ്പിൽ 2 ചാർജിങ് പോർട്ട് 65 വാട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നോക്കുമ്പോൾ ആ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഡോർ ട്രിമ്മും ഒക്കെ കാണാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഡോറ് കാര്യങ്ങളൊക്കെ അടയ്ക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് അടയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കാം. ഫ്രണ്ട് സൈഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുമ്പോൾ ഡാഷ്ബോർഡിൽ കണ്ടോ കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് അലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡിക്കി ഓപ്പണും ഓട്ടോ ഹോൾഡും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒരു ഇതും വണ്ടിയിലൊക്കെ സ്റ്റിയറിംഗ് ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ടോ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പിയാനോ കളറിലുള്ള ഒരു ആഷ് കളറുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഗ്രേ കളറിൽ. അതുപോലെ AC വെൻറ്റ് അതുപോലെ തന്നെ കണ്ടോ AC വെൻറ്റ് ഡിസ്പ്ലേ. ഇതാണ് ഈ വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. പിന്നെ വരുന്നത് ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 15.29 lakhs ആണ് ഈ ഒരു വണ്ടിക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് വരുമ്പോൾ എന്തായാലും ഒരു 18-20 lakhsൻ്റെ അടുത്താവും. അതുപോലെ തന്നെ പല ടൈപ്പ് കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് സിയറയുടെ പ്രിസ്റ്റീൻ വൈറ്റ് കളറ് ആണ്. അതുപോലെ പ്യുവർ ഗ്രേ കളറ്, അതുപോലെ കൂറ് ക്ലൗഡ്സ് കളറ്, അതുപോലെ ബംഗാൾ റോക്ക് കളർ, അതുപോലെ അതായത് മൂന്നാർ മിസ്റ്റ് കളർ. ഈ ഒരു ടാറ്റ സീറയിൽ മൂന്നാർ മിസ്റ്റ് കളറാണ് ഏറ്റവും ലുക്കായിട്ട് എനിക്ക് തോന്നിയത്. അതായത് അതിൻ്റെ ഡിഫൻഡർ ടൈപ്പ് സൈഡ് ആയിട്ടുള്ള സ്പെയർസൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു മിനി ഡിഫൻഡർ ലുക്ക് തന്നെ, അതായത് അത്രയും നല്ല ഒരു റോഡ് പ്രസൻസ് ആണ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻജിൻ ഹുഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെവിയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ളൊരു എൻജിൻ കപ്പാസിറ്റി തന്നെയാണ് എൻജിൻ കപ്പാസിറ്റിയിലെ ഹുഡിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 ലിറ്റർ റെവോട്രോൺ എൻജിനാണ്, അതായത് 1498 cc,
മാക്സിമം പവർ വരുന്നത് 105 bhp അറ്റ് 6000 rpm, മാക്സിമം ടോർക്ക് വരുന്നത് 145 Nm അറ്റ് 2100 rpm ആണ്. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 50 ലിറ്റേഴ്സും BS 56 അതായത് 2.0 ആണ് വരുന്നത്. അതുപോലെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മെക്ഫേഴ്സൺ സ്ട്രൂട്ട് സസ്പെൻഷനും റിയർ സസ്പെൻഷൻ വരുന്നത് റിയർ ടിസ്റ്റ് ബീമാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് ടൈപ്പ് വരുന്നത് ഇലക്ട്രിക്കൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആണ്. ഈ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വരുന്നത് 5.3 ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടും റിയറും ഡിസ്ക്കാണ്. 17 ഇഞ്ച് അലോയ് വീലാണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 1257 ലിറ്റേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പവർ സ്റ്റിയറിംഗ്, എയർ കണ്ടീഷണർ, ഹീറ്റർ, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൈഡാണ് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡോൾഫിൻ ആൻറ്റിന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണ്, അതായത് ബൂട്ട് വരെ വരുന്ന നമുക്കൊരു പനോരമിക് സൺറൂഫും അവൈലബിൾ ആണ്. അപ്പോൾ ബാക്ക് ബൂട്ട് നോക്കുകയാണെങ്കിൽ ഒരു പാർസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിശാലമായ ഒരു ബൂട്ടാണ് വരുന്നത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ എന്താ പറയുക ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നമുക്ക് പജേറോ എന്നൊരു വണ്ടീനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ്. അവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പജേറോയിലൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് ഒരു ടൂള്. അത്രയും നല്ല രീതിയിലാണ് ഇതിൻ്റെ ബിൽറ്റ് വരുന്നത്. അതുപോലെ തൊട്ട് താഴെ നോക്കുമ്പോൾ കണ്ടോ, ഇതിന് തൊട്ട് അടിയിലാണ്, അതായത് സ്ക്രൂ തിരിക്കുകയാണെങ്കിൽ തൊട്ട് താഴെ നിന്ന് നമുക്ക് അതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ലൈറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്ക് അല്ലെങ്കിൽ ഡിക്കി ഓപ്പൺ ആണെങ്കിൽ ആ ലൈറ്റ് ആക്കിൽ ഒരു വാർണിംഗ് ലാമ്പ് പോലെയാണ്. അതായത് അത്രയും നല്ല ഒരു എന്താ പറയുക വണ്ടിയാണ്. അത്ര നല്ലൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 4340 mm, വിഡ്ത്ത് വരുന്നത് 1841 mm, ഹൈറ്റ് വരുന്നത് 1715 mm, ബൂട്ട് സ്പേസ് 622 ലിറ്റേഴ്സാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 mm, വീൽ ബേസ് വരുന്നത് 2730 mm ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മനോഹരമായ ഡാഷ്ബോർഡ് നമ്മൾ കാണുന്ന പോലെ. കർവിലും അതുപോലെ ടാറ്റ നെക്സോണിലും പഞ്ചിലൊക്കെ ഈ ഒരു എന്താ പറയുക സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ അധികം സ്വിച്ചസും കാര്യങ്ങളും ഇല്ല. മനോഹരമായ ഇതാണ് അതിൻ്റെ ക്ലോ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ ഒരു സൺറൂഫ് നേരത്തെ പറഞ്ഞ പോലെ, അതായത് ആ ഒരു ടോട്ടൽ ലെങ്ത്, അതായത് ബൂട്ടിൻ്റെ അറ്റം വരെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പനോരമിക് സൺറൂഫ് തന്നെയാണ് വരുന്നത്. കണ്ടോ, അത്രയും മനോഹരമായിട്ട് നല്ലൊരു ലുക്കിലുള്ളൊരു വണ്ടിയാണ്. അതായത് ശരിക്കും എന്താ പറയുക, ടാറ്റയുടെ ഇപ്പോഴുള്ള വണ്ടികൾ പണ്ടേ അറിയാൻ നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡിസൈനിൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ടാറ്റ നെക്സോൺ ആണെങ്കിലും ടാറ്റ കർവാണെങ്കിലും പുതിയ പഞ്ചാണെങ്കിലും പുതിയ നെക്സോൺ ആണെങ്കിലും ഒക്കെ അടിപൊളി ലുക്കിൽ തന്നെയാണ്. അതായത് ഇമ്പോർട്ടഡ് ഫോറിൻ മേക്കിനേക്കാളും ലുക്കിൽ തോന്നുന്ന വണ്ടികളാണ് ഈ ഒരു ടാറ്റയുടെ വണ്ടികൾ. ഇത് ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതായത് ഇത് ഹോൾഡ് ചെയ്യാനും ഒക്കെ നല്ല ഒരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്കാണ്. ഇതും ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ടാറ്റ സീറ. എൻ്റെ കയ്യിലുള്ളത് ടാറ്റ നെക്സോൺ ആണ്. അപ്പോൾ ഭാവിയിൽ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും കൺസിഡർ ചെയ്യുന്ന മോഡലാണ് ടാറ്റ സീറ. അതായത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, അതുപോലെ തന്നെ ടാറ്റയുടെ തന്നെ സഫാരി നമുക്ക് വണ്ടി വലിപ്പമുള്ളതാണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സൂപ്പർ വണ്ടി തന്നെയാണ്. അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒതുക്കാനും കൊണ്ടു നടക്കാനൊക്കെ ഈസി ടു ഡ്രൈവ് വണ്ടിയാണ്. അതുപോലെ എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് ഈ ഒരു വണ്ടി കിട്ടിയിട്ടില്ല. കൂടി നമുക്ക് ഒരു റിവ്യൂ ചെയ്യാൻ മാത്രമാണ് കിട്ടിയത്. ടെസ്റ്റ് ഡ്രൈവ് ട്രിവാൻഡ്രത്തും വേറെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്താ പറയുക ടാറ്റ സീറയുടെ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ.